ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ സന്ദേശമെന്ന ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. നമുക്കറിയാം, ഈ പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. പത്രോസ് ആരാണ്? വിദ്യാഭ്യാസത്തിൽ ഒന്നും അറിയാത്ത ഒരു സഹോദരനാണ്. തൻ്റെ തൊഴിലെന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. ഒരു യാത്ര പോയാൽ ബസ്സിൻ്റെ ബോർഡ് നോക്കാൻ അദ്ദേഹത്തിന് അറിയത്തില്ല. മറ്റാരോടെങ്കിലും ചോദിക്കണം, ഈ ബസ് തിരുവനന്തപുരത്ത് പോകുന്ന ബസ്സാണോ? അവർ പറയും അതെ, അതാണ്. അപ്പോഴേക്കും മാത്രമേ പത്രോസിന് അതിൽ കയറാനായിട്ട് കഴിയൂ. ഒരു പുസ്തകം വായിക്കാൻ പത്രോസിന് അറിഞ്ഞു. അത്രത്തോളം ഒരിതുമില്ലാത്ത, ചുരുക്കം പറഞ്ഞാൽ നാറ്റം മമിക്കുന്ന ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രോസ് ഒരു ദിവസം ഈ കടൽക്കരയിൽ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഈ പത്രോസ് അവിടെ പോയി നോക്കുകയാണ്. പത്രോസ് അവിടെ പോയി നോക്കിയപ്പോൾ യേശു കർത്താവിനെ കണ്ടു. കർത്താവ് അവനെ വിട്ടില്ല. കർത്താവ് പത്രോസിനെ തൻ്റെ ഒരു വലിയ പാസ്റ്ററാക്കി തീർക്കുവാനുള്ള നിയോഗത്താൽ പത്രോസ് സകലത്തെയും വിട്ടിട്ട് അവൻ കർത്താവിനെ അനുഗമിച്ചു എന്ന് വേദപുസ്തകം പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ പത്രോസിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. പത്രോസ് കടന്നു പോകുമ്പോൾ ജനങ്ങളെല്ലാം അവരിങ്ങനെ വിരിപ്പുകൾ വിരിച്ച് രോഗികളെ കൊണ്ടുകിടത്തും. സ്തോത്രം. അത് മാത്രമല്ല, പട്ടണങ്ങളിലൊക്കെയുള്ള അശുദ്ധാത്മാവ് ബാധിച്ച, ഭൂതങ്ങൾ ബാധിച്ച രോഗികളെ, മറ്റു നാനാവിധ രോഗങ്ങളുള്ളവരെയും കൊണ്ടുവരികയും അവർക്കെല്ലാം സൗഖ്യം ലഭിക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, പത്രോസിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിക്ക് അത്രയും പവറുണ്ട് എന്ന് മാന്യ പ്രേക്ഷകർ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഈ പുതിയ നിയമത്തിലെ ശുശ്രൂഷകനായി പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ, അതേ പ്രിയ ദൈവമക്കളെ, ഒരു അത്യാധിക ദൈവശക്തി പകർന്നിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ശുശ്രൂഷിപ്പാൻ അയച്ചത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തന്നെ നമ്മൾ അതിൻ്റെ 5-ാം അധ്യായം 38-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും. പിതാവായ ദൈവ പുത്രനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നത് കൊണ്ടാണ് കർത്താവ് അനേകർക്ക് വിടുതലും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുവാൻ ഈ അഭിഷേകത്താൽ സ്തോത്രം പുത്രനായ യേശുവിന് കഴിഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചാൽ, ഈ പരിശുദ്ധ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് ചോദിച്ചു വാങ്ങി ഇരിപ്പാൻ ഇടം കൊടുത്താൽ, ഈ പരിശുദ്ധ ആത്മാവ് പത്രോസിൽ കൂടെ വ്യാപരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തതുപോലെ എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്കും ചെയ്യാനായിട്ട് കഴിയും. പലപ്പോഴും പിശാച് പറയും, നിന്നെക്കൊണ്ട് ഇതിന് കഴിയത്തില്ല, നിന്നെക്കൊണ്ട് ഇതിന് നടക്കത്തില്ല, നീ അതിന് യോഗ്യനല്ല. പ്രിയ ദൈവമക്കളെ, യോഗ്യത ഇല്ലെങ്കിലും യോഗ്യനാക്കി തീർക്കുന്ന ഒരു കർത്താവാണ് ഇന്ന് ഈ ആത്മീക ദൈവാലോചന നിങ്ങൾക്ക് കൈമാറി തരുന്നത്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, അവന് നമുക്ക് ചെയ്തു തരുവാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ആ പത്രോസിൻ്റെ അഭിഷേകത്താൽ ദേശം പത്രോസിനെ അറിയുവാനിടയായി. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000-ലധികം ആളുകൾ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. ഈ പ്രസംഗിക്കുന്ന സമയം തന്നെ പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അത്യാധിക ശക്തിയെ ഈ അന്ത്യകാലഘട്ടത്തിൽ മാന്യ പ്രേക്ഷകരെല്ലാവരും പ്രാപിക്കണം. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണ്ട, എൻ്റെ ദൈവത്തിന് നമ്മളൊന്നും കൊടുക്കണ്ട. നമ്മൾ നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ആമേൻ. വേദപുസ്തകം പറയും, നിന്റെ രഹസ്യത്തിൽ കേൾക്കുന്ന പിതാവിനോട് നിന്റെ മുറിക്കകത്ത് കയറി കഥകടച്ച് നീ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പല ദൈവമക്കളോടും പറയാറുണ്ട്, ഈ അഭിഷേകത്തിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മേ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലെ മുറിക്കകത്ത് കയറി കഥകടച്ച് ദൈവത്തോട് നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഉയരത്തിലെ ശക്തി എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച അനവധി ആളുകൾ ഇന്ന് നല്ല രീതിയിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ എല്ലാ പ്രിയപ്പെട്ടവരും പത്രോസിനെ പോലെയുള്ള ഒരു മിറക്കിൾ ശുശ്രൂഷകയായി തീരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കുക, അവരുടെ വിശ്വാസം അത്രയും വളരെ വലുതാണ്. ഭയങ്കരമായ ഒരു പ്രത്യാശയാണ് പ്രിയ ദൈവമക്കളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. പത്രോസ് കടന്നു പോകുമ്പോഴാണ് അവിടെയുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നവരെ കൊണ്ടുവന്ന വിരിപ്പുകൾ വിരിച്ച് കിടത്തുകയും, അതുമാത്രമല്ല കിടത്തുകയും, ഹല്ലേലൂയ, കിടക്കുന്നവരുടെ മേൽ, ഹല്ലേലൂയ, വരുന്ന പത്രോസിന്റെ നിഴലെങ്കിലും തട്ടിയാൽ അവർക്ക് സൗഖ്യം ലഭിക്കുമെന്ന ഒരു അടിയുറച്ച വിശ്വാസമാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനിടയ. നാനാവിധമായ രോഗികളെ, ഭൂതം ബാധിച്ചവരെ, മറ്റു വിധമായ രോഗങ്ങൾ ഉള്ളവരെ ഒക്കെ ആൾറെഡി സൗഖ്യമാക്കിയെന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഈ നാളുകളിൽ, നമ്മുടെ ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒരു ദൈവ പൈതലെന്ന് പറയുമ്പോൾ അവർക്ക് ഈ പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റത്തില്ല. ഇന്ന് എത്രയോ യൗവന മക്കളെല്ലാം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ഈ പിശാചിന്റെ വഴികളെ തിരഞ്ഞെടുത്ത് അവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയി തീരുന്നത്? സ്തോത്രം. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾ, അതുപോലെ തന്നെ സ്കൂളിലും കോളേജിലെന്ന് പറഞ്ഞ് പോയിട്ട് മറ്റേതെങ്കിലും കാടുകളിലും വനാന്തരങ്ങളിലും പോയി ലഹരി പദാർത്ഥങ്ങൾ ഭക്ഷിച്ച് അവരുടെ ഇഷ്ട പ്രവൃത്തികൾ ചെയ്തിട്ട് വൈകുന്നേരം സ്കൂളിൽ പോലും പോകാതെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഉള്ളിലില്ലാത്ത ഒറ്റ കാരണം കൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവാത്മാവിൽ വളരുവാൻ, ആ ദൈവ കൃപ പ്രാപിപ്പാൻ തക്ക നിലവാരത്തിൽ അവരെ നിങ്ങൾ അവർ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മേൽ ഈ ദൈവശക്തിയെ ദൈവം പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം അവർക്കത് കൊടുപ്പാനിടയായിത്തീരും. അവരും ഈ ലോകത്തിൽ പത്രോസിനെ പോലെ ഒരു പക്ഷേയെങ്കില് വലിയ അത്ഭുതങ്ങളും മിറക്കിളൊക്കെ ചെയ്യുന്ന നല്ല കുടുംബത്തിലെ നല്ല മക്കളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഇന്ന് 100% തലമുറകൾ നശിക്കുന്നത് തലമുറയെ നോക്കുവാൻ മാതാപിതാക്കൾക്ക് സമയമില്ലാത്ത ഒറ്റ കാരണമാണ്. അതുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാം കാണുമ്പോൾ പത്രോസിനെ പോലെ കണ്ടോ, അവിടെ എല്ലാവരും തുണികളെല്ലാം വിരിച്ച് രോഗികളെ കൊണ്ട് കിടത്തുകയാണ്. നിഴൽ തട്ടിയെങ്കിലും സൗഖ്യം പ്രാപിക്കും. അതുപോലെ തന്നെ യെരുശലേമിലെ പട്ടണങ്ങളിൽ നിന്നും എല്ലാവിധ രോഗികളെയും കൊണ്ടുവന്നു. അവർക്കെല്ലാം വിടുതലും ആശ്വാസവും ലഭിച്ചു. ഹല്ലേലൂയ. ആ ഒരു നല്ല അനുഭവത്തിൽ പത്രോസിനെ പോലെ ആ ആത്മാഭിഷേകത്തിൽ നമുക്ക് കർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.